വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് സ്കിൻ കെയർ റൊട്ടീനായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യണമെന്ന്. മോർണിംഗും നൈറ്റും ഒരേ സ്കിൻ കെയർ റൊട്ടീനാണ് ഞാൻ ചെയ്യുന്നത്. ആകെ മോർണിംഗ് എന്ന് പറഞ്ഞാൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുക അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങളെ ഇന്ന് ഞാൻ ജസ്റ്റ് എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യണം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ സ്കിൻ കെയർ റൊട്ടീനായിട്ട് ചെയ്യില്ലായിരുന്നു. ഇപ്പോൾ കണ്ടിന്യൂസ് ഏകദേശം ചെയ്യുന്ന ഒരു റൊട്ടീനായിരിക്കും നിങ്ങളെ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. സോ ഇത് നൈറ്റാട്ടോ. നൈറ്റ് ഞാൻ യൂസ് ചെയ്യണത് എന്തായാലും മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഡബിൾ ക്ലെൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിമ്പിളിൻ്റെ ഒരു ഓയിൽ ക്ലെൻസറാട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഹൈഡ്രേറ്റിംഗ് ക്ലെൻസർ ഓയിൽ സിമ്പിളിൻ്റെ ആണ്. എനിക്ക് സിമ്പിളിൻ്റെ എല്ലാ ഫേസ് വാഷും എല്ലാം ഇഷ്ടമാണ്. ഞാൻ ഫേസ് വാഷ് കൂടുതൽ സിമ്പിളിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്യണ വേറൊരു പ്രൊഡക്റ്റാണ് നിങ്ങളെ കാണിക്കുക. അപ്പം ഫസ്റ്റ് ഞാൻ മേക്കപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു ഓയിൽ ക്ലെൻസർ വെച്ചിട്ട് ഇങ്ങനെ ക്ലെൻസ് ചെയ്യണം കേട്ടോ. ഓയിൽ ക്ലെൻസർ യൂസ് ചെയ്തിട്ട് ഇത് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോണത് കാണിക്കാട്ടോ നിങ്ങൾ. സോ നെക്സ്റ്റ് ഞാൻ ഫേസ് വാഷ് ഇപ്പോൾ കറൻ്റ്ലി ഞാൻ പറഞ്ഞ പോലെ സിമ്പിളിൻ്റെ ഫേസ് വാഷാണ് നോർമലി യൂസ് ചെയ്യണത്. പക്ഷേ കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യണത് ഈ ഒരു ഫേസ് വാഷാണ് കേട്ടോ. സാലിസിലിക് ആസിഡുള്ള ഒരു ഫേസ് വാഷാണ് ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത്. ആൽക്കഹോൾ ഫ്രീ ആണ്. സോ സ്കിൻ കെയർ തുടങ്ങിയാലോ. നൈറ്റ് സ്കിൻ കെയർ പിന്നെ ഞാൻ സെപ്പറേറ്റ് ടവലാട്ടോ യൂസ് ചെയ്യണത്, ഫേസ് ടവലാണ് യൂസ് ചെയ്യണത്. അപ്പം ഫസ്റ്റ് ഞാൻ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. കറൻ്റ്ലി ഓർഡിനറിയുടെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണേ. എൻ്റെ ഫേവറേറ്റ് ഇപ്പോഴും ഒല്ല തന്നെ ഉണ്ടോ. ഒല്ലയുടെ ഇത് തന്നെയാണ് ഇത്. ഞാനപ്പം ട്രൈ ചെയ്യണേണ്. അപ്പോൾ കുറേ യൂസ് ചെയ്തിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റും. അപ്പം യെസ്, ഐ ക്രീം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഐ ക്രീം ഇതാട്ടോ യൂസ് ചെയ്യണത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ വേറെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവർക്ക് എൻ്റെ ഷോർട്സ് പോയി ചെക്ക് ഔട്ട് ചെയ്യാം. ഞാൻ ലോങ് വീഡിയോസ് പൊതുവേ ചെയ്യാറില്ല. ഇനി തൊട്ടേ ലോങ് വീഡിയോസും ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതേപോലെ പിന്നെ എനിക്ക് കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. ഞാനപ്പം എനിക്ക് ഇത്രയും നാളായിട്ട് ആ വീഡിയോ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. എന്തായാലും ഞാൻ Q&Aയും കാര്യങ്ങളും സൂൺ ചെയ്യാം കേട്ടോ. ഞാൻ എപ്പോഴും ചെയ്യണം എന്ന് വിചാരിക്കും. സമയമില്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ ചെയ്യാത്തത്. എന്തായാലും ഞാൻ Q&A ചെയ്യാം. പിന്നെ ലിപ്സ്റ്റിക് കളക്ഷൻ ചോദിച്ചിട്ടുണ്ട്, അതും ചെയ്യാം. ഞാൻ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചാലും സമയം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പം എനിവേ ഞാൻ വേഗം തന്നെ ചെയ്യാം കേട്ടോ. പിന്നെ മോർണിംഗ് ഇതൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യണത്. എക്സ്ട്രാ എന്ന് പറയുന്നത് ഈ ഒരു സൺസ്ക്രീനാണ് ഇപ്പോൾ കറൻ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വിൻ്ററാണ്, എന്നാലും ഞാൻ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യും. പിന്നെ ഞാൻ ലിപ് ബാമും യൂസ് ചെയ്യും കേട്ടോ. ഈ ഒരു ലിപ് ബാം. എൻ്റെ ലിപ്സ്റ്റിക്ക് ഞാൻ അങ്ങനെ ഡെയിലി യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ കറൻ്റ് ഒരു ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക് ഉണ്ട്. അത് ഞാൻ അത് യൂസ് ചെയ്യണുണ്ട് കേട്ടോ ഡെയിലി വർക്കിന് പോകുമ്പം. നൈറ്റ് ഉള്ളി ഈ ഒരു ലിപ് ബാമും കൂടി യൂസ് ചെയ്യും. മോർണിംഗ് ഈ ലിപ് ബാം യൂസ് ചെയ്യും. ഇപ്പോൾ ലിപ്സ്റ്റിക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യും. അതിന് സത്യം പറഞ്ഞാൽ ലിപ് ബാമിൻ്റെ ആവശ്യമില്ല. നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. അത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ന്യൂഡ് ഷെയ്ഡ്. പൊതുവേ ന്യൂഡ് അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ ആ ഒരു ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ നൈറ്റ് കെയർ. അപ്പോൾ മോർണിംഗ് കെയർ എന്ന് പറയുകയാണെങ്കിൽ ആകെ ഒരു സൺസ്ക്രീൻ, ഈ ഒരു എക്സ്ട്രാ സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യും. പൊതുവേ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളിപ്പോൾ താഴെ കമൻറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നോട് പറയട്ടോ. സോ ഇത്രയേ ഈ ഒരു അത്ര വലിയ ലോങ് അല്ലെന്ന് വിശ്വസിക്കുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കും. ഇനിയും ഞാൻ ലോങ് വീഡിയോയും ഷോർട്സ് വീഡിയോസ് ആയിട്ടൊക്കെ വരാം. ഡെയിലി ഞാൻ വീഡിയോസ് ഷോർട്സ് ഇടാറുണ്ട് കേട്ടോ. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. സെൽഫ് ഡിസ്കവറി ജേർണലിംഗ് ചലഞ്ച് ഞാൻ ചെയ്യുന്നുണ്ട്. എല്ലാ മോർണിംഗും പ്ലേലിസ്റ്റിലാക്കി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാൻ കാണാത്തവർ. അതെനിക്ക് ഭയങ്കരമായിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോസ് ഞാൻ എന്തായാലും ചെയ്യാം കേട്ടോ. സൂൺ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ എന്തായാലും ചെയ്യാം സൂൺ. ആ ഒരു ഡിഫറൻസ് ജേർണലിങ് ചെയ്യുമ്പോൾ ഉള്ള. പിന്നെ ഞാൻ ചെയ്യണത് നൈറ്റ് ഇതേപോലെ റിവ്യൂ വീഡിയോസും അല്ലാത്ത വീഡിയോസൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഒരു 7 o'clock ഇവിടുത്തെ ഒരു UK ടൈമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. 7 o'clock or 6:30 ആകുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. പൊതുവെ 7 o'clock ആട്ടോ. മോർണിംഗ് 10 o'clock എല്ലാം ഞാൻ UK ടൈമിലാണ് അപ്ലോഡ് ചെയ്യണത്. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ എല്ലാ വീഡിയോസും ഒരുപാട് സപ്പോർട്ട് അല്ലാതെ എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ പ്രതീക്ഷിക്കാത്ത അത്രയും. സോ താങ്ക് യു. ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. ബൈ.